അപ്പൊ ഇന്ന് നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാം സന്തോഷത്തോടു കൂടി. അപ്പോൾ തയ്യാറായവർ പുതിയ കാര്യങ്ങൾ അറിയാനും ജീവിതത്തിൽ മനസ്സിലാക്കാനും, അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും, അതുപോലെ ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിന്റെ തുടക്കമാണ്. ഓരോ ദിവസവും പുതിയ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള ദിവസമാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാം റെഡിയാണല്ലോ അല്ലെ? അപ്പോൾ റെഡിയാണെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ് റെഡിയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വെറും 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മണി ബ്ലോക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മണി ബ്ലോക്ക് ഇല്ലാതാക്കാനുള്ള ഒരു കിടിലം പരിപാടിയാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും, ഞാൻ പറയില്ലേ, പലവട്ടം പറഞ്ഞു, കടം കൊടുക്കുന്നതാണ് കടം വാങ്ങുന്നതിനേക്കാളും വലിയ പാതകം എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോ തോന്നുന്നത് എന്തപ്പോ അങ്ങനെ പറയണേ അല്ലെ? ചിലർക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൊടുക്കാതിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ കൊടുക്കുന്നതല്ല തെറ്റ്, കൊടുക്കുന്നതിലല്ല തെറ്റ്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. കൊടുക്കുന്നതല്ല തെറ്റ്, കൊടുക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്, അവിടെയാണ് തെറ്റ്. അത് പറഞ്ഞു തരാം. ഇന്നിപ്പോ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരാം. വളരെ രഹസ്യമായ രഹസ്യമാണ്. എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത് അല്ലെ? മണി ബ്ലോക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്റെ മണി ബ്ലോക്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മണി ബ്ലോക്സ് ഉണ്ടാകുന്നത്? ഇതിനെപ്പറ്റി നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? മണി ബ്ലോക്സ് ഉണ്ട് എന്ന് പറഞ്ഞവരെല്ലാം പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്? ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് വിശപ്പുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാവുന്നത്? അറിയൂല. വിശപ്പുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴാണ് വിശപ്പുണ്ടാവുന്നത്? അങ്ങനെ കൂടി പറയാം. എന്തുകൊണ്ടാണ് വിശപ്പുണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ആരെങ്കിലും ഇത്രയും അറിയുന്ന ഒരാൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാവുന്നത്? എനർജി പോകുന്നത് കൊണ്ടാണ് വിശപ്പുണ്ടാവുന്നത്. നമ്മൾ എനർജി കുറയുമ്പോഴാണ് നമുക്ക് വിശപ്പുണ്ടാവുന്നത് അല്ലേ? സജീവിന് പറഞ്ഞ പോലെ എനർജി നമുക്ക് എപ്പോഴാണോ ലോ ആവുന്നത് അപ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു അല്ലെ? അതല്ലേ യാഥാർത്ഥ്യം. ക്ഷീണം വരുമ്പോഴല്ലേ വിശപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം. എന്തുകൊണ്ടാണ് ക്ഷീണം വരുന്നത്? ക്ഷീണം വരുന്നത് എനർജി കുറയുമ്പോഴാണ്. അപ്പൊ വിശപ്പുണ്ടാവുക എന്നതിന്റെ അർത്ഥം നമ്മുടെ എനർജി കുറയുന്നു എന്നാണ് അല്ലേ? കറക്റ്റാണോ? കറക്റ്റാണോ എന്ന് പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക്? വിശപ്പുണ്ടാവുന്ന എപ്പോഴാണ്? എനർജി കുറയുമ്പോഴല്ലേ. ഫുൾ ടൈം എനർജി ഉണ്ടെങ്കിൽ ശരീരത്തിന് പ്രവർത്തനത്തിന് എനർജി ആവശ്യമാണ്. അതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കും മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്? മണിയുടെ എനർജി കുറയുന്നത് കൊണ്ട്. മണിയുടെ എനർജി നമ്മളിൽ കുറയുന്നത് കൊണ്ടാണ് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്. മണിയുടെ എനർജി നമ്മളിൽ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതിന്റെ അർത്ഥം മണിയുടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മണിയുമായിട്ടുള്ള നമ്മുടെ എനർജി കുറഞ്ഞു എന്നാണ്. വളരെ ഈ ലോകത്തിലെ സകല സാധനങ്ങളും എനർജിയാണെന്ന് അറിയാമല്ലോ. ദർ ഇസ് നത്തിങ് എൽസ് അതർ ദാൻ എനർജി ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിൽ എനർജി അല്ലാത്ത മറ്റൊരു കാര്യവുമില്ല. എല്ലാം എനർജി ബേസ്ഡ് ആണ്. ഒരു സ്ഥലത്ത് എനർജി ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എനർജി വരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം തത്തുല്യമായ എനർജി നടക്കുന്നില്ല. ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഒരു ഇരുമ്പിനെ പിടിക്കുമ്പോൾ മാഗ്നറ്റിന്റെ പവർ എത്രയുണ്ടോ അത്രയാണ് ഇരുമ്പിനെ പിടിക്കുക. അറിയാലോ, ഇത് ഇത്രയും സിമ്പിളായ തത്വമാണ്. ഒരു മാഗ്നറ്റ് കൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിനെ പിടിക്കാൻ പോയാൽ പിടിക്കില്ല. അതിന്റെ അർത്ഥം ഈ മാഗ്നറ്റിന് പവർ ഇല്ല എന്നല്ല, ആ പ്ലാസ്റ്റിക്കിന് ഇതിനെ പിടിക്കാനുള്ള പവർ ഇല്ല എന്നതുപോലെ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് ആവുന്ന എനർജിയാണ് നിങ്ങളുടെ അകത്ത് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പോയി പിടിക്കുന്ന മാഗ്നറ്റ് ആകുന്ന മണി ഇതിലേക്ക് അട്രാക്ട് ചെയ്യില്ല. കാരണം ഇതൊരു പ്ലാസ്റ്റിക് ആണ്. ഇതിന് വികാരമില്ല, വിചാരമില്ല, മറ്റൊരു രൂപത്തിലാണ് ഈ സാധനം ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റ് മണിയാകുന്ന മാഗ്നറ്റിനെ നമുക്ക് പിടിക്കണമെങ്കിൽ ഇവിടെ ഇരുമ്പ് തന്നെ വേണം.
ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടുവച്ചിട്ട് ഇത് പ്ലാസ്റ്റിക് പോലുള്ള ഇരുമ്പ് പോലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുവച്ചിട്ട് ഇതിനെ പിടിക്കാൻ നോക്കിയാൽ നടക്കില്ല. ഇതാണ് ഇതിന്റെ പ്രധാനമായ വിഷയം. മണി ഒരു മാഗ്നറ്റ് ആണെന്ന് കരുതുക, മണി ഒരു എനർജിയാണ്, മണി ഒരു മാഗ്നറ്റ് ആണെന്ന് കരുതുക, അവിടെ ഇരിക്കണു. അതിനെ പിടിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സാകുന്ന അല്ലെങ്കിൽ നമ്മളിലുള്ള എനർജി പ്ലാസ്റ്റിക് രൂപത്തിലാണെങ്കിലോ, പ്ലാസ്റ്റിക് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നിർവികാരത, ഒരു വികാരവും ഇല്ല, അതിനെ ആകർഷിക്കാനുള്ള ഒരു സന്തോഷവും ഇല്ല. അതിനോട് എപ്പോഴും ഏത് രീതിയിലാ പണമില്ലായിരുന്ന പിന്നെ അടുത്ത് എന്താ നമ്മൾ പറയുക? പണം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് പറയുന്ന വാക്ക്, പൊതുവെ ഉപയോഗിക്കുന്ന വാക്കിന് എന്താ പറയുക? പി വെച്ചിട്ട് വാക്കുണ്ടല്ലോ, നമ്മൾ പറയില്ല എന്ന് തീരുമാനിച്ചൂടെ? പി വെച്ചൊരു സാധനം നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരിക്കലും നമ്മൾ ഇത് പറയില്ല എന്ന് പറഞ്ഞ സാധനം പറയുമോ? പണമില്ലായിരുന്നാൽ അത് പറയുമോ പറയില്ലേ? പി ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ പി. യെസ്, അത് തന്നെ, പരാതി. പണമില്ലാതെ തൊട്ടടുത്ത് പറയുന്ന സാധനം എന്തായിരിക്കും? നമ്മളെ പരാതി പറയും. പരാതി പറയുമ്പോ എങ്ങോട്ട് പോകും? നമ്മളിലുള്ള ഒരു മാഗ്നറ്റൈസേഷനും ഒരു മെറ്റൽ ബോധവും നമ്മളിൽ ഉണ്ടാവില്ല, വെറും പ്ലാസ്റ്റിക് ആയി മാറും നമ്മൾ. അവിടെ എന്താ? നോ ഇമോഷൻ, ഒൺലി ലോവർ ഇമോഷൻ. പരാതി ഏത് ഇമോഷനാ? ഏറ്റവും ലോ ആയിട്ടുള്ള ഇമോഷൻ ആണ്. അപ്പോൾ ഈ മാഗ്നറ്റ് പോയി പിടിക്കാൻ ഇതിന് പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റുമോ? അപ്പൊ പണം ഇല്ലാതിരിക്കാൻ, മണി ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രധാന കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാരണം എന്തായിരിക്കും? പണം ഇല്ലാതിരിക്കാൻ ഒന്നാമത്തെ കാരണം നമ്മൾ വിക്ടിം മൂഡിലാവുക, പരാതിക്കാരി ആവുന്നത് കൊണ്ടാണ്. വിക്ടിം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇന്ന് പറയാൻ പോകുന്ന കോൺസെപ്റ്റ് ഇത്രയാണ്, ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതൊരു 7 ദിവസം ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങളെ പഠിപ്പിച്ചുതരാം. 7 ദിവസത്തെ ചലഞ്ചിന് തയ്യാറായവർ മാത്രം പറയാം, 7 ദിവസത്തെ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നവർ മാത്രം പറയാം, യെസ് ഐ എം എഗ്രി ഫോർ 7 days ചലഞ്ച്. ഒന്ന് എടുത്തോളൂ, പറഞ്ഞോളൂ. അല്ലെങ്കിൽ പറയാം ഞാൻ 7 ദിവസത്തെ ഇങ്ങനെ എഴുതി യെസ് എഴുതി പറഞ്ഞു, യെസ് പറഞ്ഞാൽ മതി. ഓക്കെ, 7 ദിവസത്തെ ചലഞ്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ 7 ദിവസം ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ 100% സമ്പത്തും എല്ലാ വിജയങ്ങളും സ്വന്തമാകും ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ. ഈ 3 കാര്യങ്ങൾ മാത്രമാണ്. 7 ദിവസം ചലഞ്ച് എടുക്കുക. ഞാൻ ചെയ്യില്ല എന്നുള്ള ചലഞ്ച് എടുക്കുന്നവരാണെങ്കിൽ മാത്രം യെസ് റെഡി. ഈ 7 ദിവസത്തെ ഈ ചലഞ്ച് എടുത്തതിന് ശേഷം നിങ്ങൾ 1 മിനിറ്റ് ദിവസം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഈ പറയുന്ന പണത്തിന്റെ അത്ഭുത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അത്ര കണ്ട് പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ പറയാൻ പോകുന്ന കാര്യം. 1 മിനിറ്റ്, പിന്നെ നിങ്ങൾ 1 മിനിറ്റ് ഉപയോഗിച്ചാൽ മതി. ഒരു ദിവസം 1 മിനിറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മാത്രം മതി. അത് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞു. 7 ദിവസത്തെ ചലഞ്ചിന്റെ പേരാണ് VIP ചലഞ്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും VIP ആവാൻ ആഗ്രഹമുണ്ടോ? VIP ചലഞ്ച് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് എല്ലാവർക്കും VIP ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, യെസ് എന്ന് പറഞ്ഞോളൂ. VIP ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ VIP ആവണം. പക്ഷെ ആദ്യം ഞാൻ പറയുന്ന VIP ആവരുത്, രണ്ടാമത്തെ VIP മാത്രമേ ആവാറുള്ളൂ. ആദ്യം നിങ്ങൾ ഇപ്പോഴും VIP-മാരാണ് എന്നറിയുക. നിങ്ങൾ ഇപ്പോഴുള്ള VIP-യെ മാറ്റിയിട്ട് മറ്റൊരു VIP-യെ മാറണം. അപ്പൊ ഇപ്പോൾ നിങ്ങൾ VIP ആണല്ലോ അല്ലെ? ഇപ്പോൾ നിങ്ങൾ VIP-യുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വിക്ടിം മൂഡിലാണുള്ളത്. വി സ്റ്റാൻഡ് ഫോർ വിക്ടിം. നിങ്ങൾ വിക്ടിം മൂഡിലാണുള്ളത്. അതാണ് നിങ്ങൾ ഇപ്പോഴത്തെ VIP എന്ന് പറയുന്ന സാധനം. അല്ലേ? ആണോ അല്ലയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ഇപ്പോഴെല്ലാവരും വിക്ടിം മൂഡിലാണോ? അല്ല എന്ന് പറയുന്നവരുണ്ടോ? സാറേ ഞാൻ വിക്ടിം മൂഡിലേ അല്ല എന്ന്. എന്താണ് വിക്ടിം മൂഡ് എന്ന് അറിയോ? ബലി, അല്ലെങ്കിൽ നമ്മള് വിക്ടിമിന് എന്താ പറയാ? പരാതി പറയുന്നയാൾ, അല്ലെങ്കിൽ എപ്പോഴും കുറ്റബോധത്തിൽ നിൽക്കുന്നയാൾ, ഇവരാണ് വിക്ടിം എന്ന് പറയുന്നത്. ഇപ്പൊ ഉണ്ടോ നിങ്ങൾ VIP മൂഡിലാണോ ഇപ്പോൾ? ആണല്ലോ അല്ലെ? യെസ്. ആ VIP മൂഡിൽ നിന്നും മാറാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം, വിക്ടിം മൂഡില് ഡു നോട്ട് ബിക്കം ആൻ വിക്ടിം മൂഡ്. നിങ്ങൾ ഒരു പരാതിക്കാരി ആവാതിരിക്കുക. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ? അതായത് അടുത്ത 7 ദിവസങ്ങൾ
ഒരു തരത്തിലുള്ള പരാതിയും പറയില്ല, പരാതി പറയുകയില്ല, പക്ഷെ പണം വരുന്നില്ല. അതിന് അടുത്ത രണ്ടാമത്തെ സാധനം പറയുമ്പോൾ കേട്ടോളൂ കേട്ടോ. ഓക്കെ, ആദ്യത്തെ പരാതി പറയാതിരിക്കരുത്. പറയാന്ന് വെച്ചാൽ വാക്കുകൊണ്ടല്ല കേട്ടോ, ചിന്തകളിൽ പോലും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കുമെന്ന് പറയാറുണ്ട്. അതായത് വിക്ടം മൂഡ് എന്ന് പറയുമ്പോൾ ഇത് മനോഭാവത്തിന്റെ പ്രത്യേകതയാണിത്. നമ്മളുടെ കയ്യിൽ പണം വരാത്തതിന് നമ്മൾ പറയുന്ന കുറ്റപ്പെടുത്തുന്നതാണ്. ഒന്ന് നമ്മുടെ പരിതസ്ഥിതിയെ, മറ്റുള്ളവരെ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് ഭാഗ്യത്തെ പോലും നമ്മൾ പരാതി കൊണ്ട് മൂടുന്നവരാണ് എന്ന് തിരിച്ചറിയുക. ഇതിനാണ് വിക്ടിം മൂഡ് എന്ന് പറയുന്നത്. ഇനി മുതൽ അങ്ങനെ ഉണ്ടാവരുത്. പകരം നിങ്ങൾ എന്തായി മാറണം? പകരം നിങ്ങളായി മാറേണ്ട അടുത്ത VIP ആയ വിക്ടറി മൂഡാണ്. വിജയിയുടെ മനോഭാവത്തിലേക്ക് മാറും. ആദ്യത്തത് പരാതിയുടെ വിക്ടിം മൂഡിൽ നിന്നും വിക്ടറി മൂഡിലേക്ക് മാറണം, വിജയിയുടെ മനോഭാവത്തിലേക്ക് മാറണം. ഇത് കൃത്യമായി നമ്മൾ 2 ക്ലാസ്സില് ഇതൊരു സ്ഥലത്ത് മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ കൃത്യമായി ഇതിനെ സാക്ഷിഭാവം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് വായിച്ചവർക്ക് മനസ്സിലാവും. നമ്മളെ പേജ് നമ്പർ 75 മുതൽ ശുഭാപ്തി വിശ്വാസം എന്താണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു വിജയിയുടെ മനോഭാവത്തിലുള്ളതാണ് എന്നുള്ള മനസ്സിലാക്കുക. എന്നിട്ടാണ് നമ്മൾ സാക്ഷിഭാവത്തെ പറ്റി പറയുന്നത്. ആ സാക്ഷിഭാവത്തിന്റെ ഭാഗത്ത് വളരെ കൃത്യമായി ഇത് മുഴുവൻ പറഞ്ഞു തരുന്നുണ്ട്. വിക്ടം മൂഡിൽ നിന്നും വിക്ടറി മൂഡിലേക്ക് മാറുക. റെഡിയാണോ എല്ലാവരും? ഇത് മനസ്സിലായപ്പോ വി സ്റ്റാൻഡ് ഫോർ വിക്ടം ആൻഡ് വിക്ടം. ഇതെങ്ങനെയാണ് അടുത്ത 1 മിനിറ്റിലേക്ക് 1 സെക്കൻഡിലേക്ക് പ്രാക്ടീസ് 1 മിനിറ്റിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞു തരാം. അപ്പോൾ പരാതി നിർത്തുക, പകരം വിജയിയുടെ മനോഭാവത്തിലേക്ക്. എന്താണ് വിജയിയുടെ മനോഭാവം? എന്തായിരിക്കും വിജയിയുടെ മനോഭാവം എന്നറിയണ്ടേ? ഒരു കാരന്റെ മനോഭാവം എന്ന് പറയുന്നപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല, കാരണം ഞാൻ ഭാഗ്യമുള്ളവനല്ല അല്ലെങ്കിൽ ഭാഗ്യമുള്ളവളല്ല എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കും. അല്ലെങ്കിൽ എനിക്കതിനുള്ള അവസരം ലഭിച്ചില്ല എന്ന് പറയും. അല്ലെങ്കിലും അവരെന്നെ സഹായിച്ചില്ല എന്ന് പറയും. അവരെന്നെ വേണ്ട പോലെ പരിഗണിച്ചില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള ചിന്തകളെയാണ് വിക്ടിം മൂഡ് എന്ന് പറയുന്ന, പരാതിക്കാരന്റെ ചിന്തകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ മാറ്റേണ്ടത് അടുത്ത വിക്ടറി മൂഡിലേക്കാണ്. എന്റെ ജീവിതത്തെ ഞാൻ തന്നെ രൂപപ്പെടുത്തും എന്നുള്ള മനോഭാവം. അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ള മനോഭാവം. ഞാൻ സൃഷ്ടിക്കുന്ന എനിക്കുള്ള വഴിയെ ഞാൻ പോകുന്നു, അതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള മനോഭാവത്തിലേക്ക് മാറും. മനസ്സിലായോ? അതാണ് ഞാൻ പറയാറുള്ളത്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ്. ഒരു മനുഷ്യനെ മാറ്റപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒരു മനുഷ്യനെ മാറ്റപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? നമുക്ക് തോന്നുന്നു അവനവന്. യെസ്, കറക്റ്റ്. ഒരു മനുഷ്യനെ മാറ്റപ്പെടുത്താൻ അവനവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പ് ഉണ്ടാവുക.